ഇപ്പോൾ ഈ അസുഖങ്ങൾ തുടങ്ങിയിട്ട് ഇവനായ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പെട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ഭർത്താവ് മരിച്ചിട്ട് 10-12 വർഷം കഴിഞ്ഞു. 5-6 പെൺകുട്ടികളാണ് ഉള്ളത്. ഇവനാണ് എല്ലാ കാര്യങ്ങളും നടത്തി പോരാനുള്ളത്. എല്ലാവരും സഹായം ഉണ്ടാവും. എനിക്ക് കിഡ്നി അസുഖമാണ്. എനിക്ക് കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടി ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോയി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് 5 പെങ്ങന്മാരും ആണുള്ളത്. എൻ്റെ ചേച്ചി തന്നെയാണ് എനിക്ക് കിഡ്നി തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ എല്ലാവരും സഹായിക്കണേ, കൈവിടരുത്. ഇതെൻ്റെ ഏട്ടനാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അയാൾക്ക് വയ്യാണ്ടായിട്ട് 2-3 മാസമായി. ഇനി ജീവിക്കണം ഒരുപാട് നാൾ. ഇപ്പോൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും പരമാവധി സഹായിക്കും. എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പരമാവധി സഹായിക്കും. അനിയത്തിയാണ് കിഡ്നി കൊടുക്കുന്നത്. അവൾക്ക് ഭർത്താവ് മരിച്ച് 6 മാസമായിട്ടുള്ളൂ. ചെറിയൊരു കുട്ടിയുണ്ട്. ഇവളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ഇവളുടെ ജോലിൻ്റെ സഹായം കൊണ്ട് ഇപ്പോൾ ഇവിടെ കുടുംബം കഴിയുന്നത്. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ താഹിറാണ് ഒറ്റപ്പാലം. ഞാനുള്ളത് ഒറ്റപ്പാലത്ത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. കന്യാപുരം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ളതാണ്. ഈ 5 പെങ്ങന്മാരും ഈ അമ്മയും അതുപോലെ തന്നെ കൃഷ്ണ എന്ന് പറയുന്ന ഈ സഹോദരി, ദേവദാസ് എന്ന അവരുടെ ഭർത്താവിനും ഈ പെങ്ങന്മാരുടെ ആങ്ങളക്കും അമ്മയുടെ ഏക ആശ്രയമായി പൊന്നുമോനും വേണ്ടി ഇവരെല്ലാവരും നമ്മളെ മുന്നിൽ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ദേവദാസിൻ്റെ 2 വൃക്കകളും നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളോളായി. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് മരണപ്പെട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ഈ സഹോദരി തന്നെയാണ് അനിയന് പകുത്തു നൽകാൻ തയ്യാറായിട്ടുള്ളത്. ഈ വീടും അന്തരീക്ഷവും ഇവരുടെ ചുറ്റുപാടും അന്നന്നത്തെ അന്നത്തിന് പോലും പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ്. നമ്മളല്ലാതെ മറ്റാരുമില്ല ഇവർക്ക് സഹായിക്കാൻ. കിടക്കാൻ ശരിക്കൊരു സൗകര്യമുള്ള ഒരു വീട് പോലുമല്ല. സ്വന്തമായി ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരുപാട് ദൂരെയാണ്. ബക്കറ്റ് വെച്ചിട്ടൊക്കെ കാര്യം സാധിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വളരെ ഗുരുതരമായ, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കുടുംബം ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. അത്ര ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം നമ്മുടെ മുന്നിൽ വരിക. എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് ദേവദാസിന് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുന്ന് അവരുടെ ദാമ്പത്യം സുഖകരമാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഭർത്താവില്ല, ഒരു കുഞ്ഞാണുള്ളത്. തൻ്റേതായ ഒരു ജോലി ചെയ്തിട്ടാണ് ഈ കുടുംബം ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ വയസ്സായ അമ്മ മറ്റു വീടുകളിൽ പോയി വീട്ടുജോലി എടുത്തിട്ടാണ് ഈ കുടുംബം കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുള്ള ഒരു കുടുംബം നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം കേട്ടോ. അത്ര പ്രയാസം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരു സഹോദരനാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. അച്ഛനില്ലാതെ വളരെ ചെറുപ്പം മുതൽ ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ഏറ്റി നടന്നവനാണ്. ഇന്ന് അവനാണ് ഇങ്ങനൊരു ഗതി വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. വളരെ താഴ്മയോടെ അറിയിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ടും ഡീറ്റെയിലൊക്കെ ഞാനിതിൻ്റെ കൂടെ കൊടുക്കാം. ഇതിനു വേണ്ടി നമ്മുടെ MLA അടക്കമുള്ള ഒരു വലിയ കമ്മിറ്റി തന്നെ 24 വയസ്സുള്ള കൃഷ്ണ എന്നു പേരായ ഭാര്യയുള്ള അച്ഛൻ മരണപ്പെട്ടു പോയ ഒരു കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ, അതിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നാട് ഏറ്റെടുക്കുന്നത്. സ്ഥലം MLA എന്ന നിലയിൽ ഈ പ്രവർത്തനത്തിന്, ധനസമാഹരണത്തിന് എല്ലാ നിലയിലും അതിന്റെ ഭാഗമായി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഏവരുടെയും നല്ല മനസ്സ്, സ്നേഹം, പിന്തുണ, സഹകരണം അത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേവദാസിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പിന്തുണയും സഹായവും നൽകാൻ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ജാനകി ദേവി, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ. എൻ്റെ വാർഡിലെ, എൻ്റെ വീടിന് അടുത്തുള്ള 24 വയസ്സുള്ള ദേവദാസ്, ആ കുട്ടിയെ കിഡ്നി മാറ്റി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു.
ഇതിൽ എല്ലാവരും പങ്കാളികളാവുന്നു, എല്ലാവരും സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദേവദാസിന്റെ അധ്യാപകൻ കൂടിയാണ്. എൻ്റെ ശിഷ്യനാണ്. ആ കുട്ടിയുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. 5 സഹോദരിമാര്. ആ 5 സഹോദരിമാരെയും ഈ കുട്ടിയെയും അവരുടെ അമ്മ വീടുകളിൽ പോയി പണിയെടുത്തിട്ടാണ് ഇതുവരെ സംരക്ഷിച്ചു പോകുന്നത്. ഇപ്പോൾ മകൻ സ്വന്തം നിലയ്ക്ക് പണിക്ക് പോകാൻ ആയ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം ആ കുടുംബത്തിന് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ സഹായിക്കുകയും ആ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഈ നാട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകാനും അത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഈ കുട്ടിയുടെ ചികിത്സ, തുടർന്നുള്ള പരിചരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ധനസഹായം അഭ്യർത്ഥിക്കുന്നത്.